പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് രണ്ട് വിഷയങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, നമ്മളെ ജീവിതത്തിൽ വലിയ സാമ്പത്തികമായ പ്രയാസങ്ങൾ വരുമ്പോൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ മഹാന്മാര് പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു ദിക്റിനെ കുറിച്ചാണ്. രണ്ടാമത്തെ കാര്യം, ഒരുപാട് ആളുകളുടെ സംശയമാണ് പഴയ മുസ്ഹഫ് എന്താണ് ചെയ്യേണ്ടത് എന്ന്. ഇൻഷാ അല്ലാഹ് അതിന് കൃത്യമായ ഒരു മറുപടി ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് കേട്ടതിന് ശേഷം മറ്റുള്ളവർക്ക് ഉപകരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക്, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, നിങ്ങളുമായി ബന്ധപ്പെട്ടവരിലേക്ക് നമ്മളെ മജ്‌ലിസ് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله. ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ വീണ്ടും നമ്മളെ മജ്‌ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, നമ്മളെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബേ, എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ, എല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ലാ, എല്ലാവരുടെ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്‌ലിസ് അപ്ലോഡ് ചെയ്യും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: 5 വക്ത് ഫർള് നിസ്കാരങ്ങളിൽ ആകെ എത്ര ഫാത്തിഹ സൂറത്താണ് നാം ഓതുന്നത് എന്ന്. അൽഹംദുലില്ലാഹ് എല്ലാവരും എഴുതിവിട്ട ആൻസർ കറക്റ്റ് ആണ്. ഒരുപാട് ഉമ്മമാര് അതിന്റെ ആൻസർ കമന്റിൽ എഴുതിവിട്ടിട്ടുണ്ട്. എഴുതിവിട്ട എല്ലാ ആൻസറും കറക്റ്റ് ആണ്. എല്ലാ ഉമ്മമാർക്കും അതിന്റെ ആൻസർ അറിയാം. അതിന്റെ ആൻസർ ഇതാണ്: 5 വക്ത് ഫർള് നിസ്കാരങ്ങളിൽ ആകെ 17 ഫാത്തിഹ സൂറത്തുകളാണ് നാം പാരായണം ചെയ്യുന്നത് ഒരു ദിവസം. അള്ളാഹു ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിനെ കാക്കാൻ, സ്വർഗ്ഗത്തിനെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ച മലക്കിന്റെ പേരെന്താണ്? ഓരോ മലക്കിനും ഓരോ ഡ്യൂട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിന് അമ്പിയാക്കൾക്ക് വഹി അറിയിച്ചു കൊടുക്കാൻ വേണ്ടി ഡ്യൂട്ടി ആയിരുന്നു അല്ലാഹു കൊടുത്തിരുന്നത്. മീകായിൽ അലൈഹിസ്സലാമിന് ഇടി, മിന്നൽ, കാറ്റ് തുടങ്ങിയവയെ നിയന്ത്രിക്കാനുള്ള ഡ്യൂട്ടിയാണ് കൊടുത്തിട്ടുള്ളത്. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന് സൂറെന്ന കാഹളത്തിൽ ഊതാനുള്ള ഡ്യൂട്ടിയാണ് അല്ലാഹു കൊടുത്തിട്ടുള്ളത്. അസ്രായിൽ അലൈഹിസ്സലാമിന് റൂഹിനെ പിടിക്കാനുള്ള ഡ്യൂട്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ സ്വർഗ്ഗത്തിനെ കാക്കാൻ ഏത് മലക്കിനെയാണ് അല്ലാഹു നിയന്ത്രിച്ചിട്ടുള്ളത്? അറിയുന്ന ആളുകളൊക്കെ കമന്റിൽ എഴുതിവിടണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഈ 2 കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം, നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഉപകാരപ്പെടുന്ന ക്ലാസ് ആണെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഈ ക്ലാസ് മറ്റുള്ളവർക്ക്, നമ്മളെ ഫാമിലികൾക്ക്, നമ്മളെ കുടുംബക്കാർക്ക്, കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ് ആണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതിനൊരു മടിയും ആരും കാണിക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത് നമ്മൾ പഠിക്കുന്നത് അത്ഭുതകരമായ ഒരു ദിക്റിനെ കുറിച്ചാണ്. ഈ ദിക്റിൽ അള്ളാഹുവിന്റെ 3 ഇസ്മുകൾ ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഇസ്മിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്റെ പ്രിയമുള്ളവരെ, നമ്മളെ ജീവിതത്തിൽ വലിയ വലിയ സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടാറുണ്ട്. വലിയ വലിയ സാമ്പത്തിക ആവശ്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ വരാറുണ്ട്. അങ്ങനെ സാമ്പത്തികമായ പ്രയാസങ്ങൾ വരുമ്പോ, വലിയ വലിയ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേഗം പോയി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കല്ല. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ദിക്ർ ചൊല്ലിയാൽ മതി എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ വലിയ ആവശ്യങ്ങൾ നമ്മൾക്ക് നേടിയെടുക്കാനുണ്ട്. വലിയ വലിയ ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് വീടാകാം, അതല്ലെങ്കിൽ മക്കളുടെ വിവാഹമാകാം, അതല്ലെങ്കിൽ ജോലിയാവാം, അതല്ലെങ്കിൽ വാഹനമാകാം. അങ്ങനെ വലിയ വലിയ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ആ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ തീരുമാനിക്കുന്ന സമയത്ത് ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അത്ഭുതകരമായ സമ്മാനം, ഖൈറായ സമ്മാനം നമ്മളെ ജീവിതത്തിൽ വന്നു ചേരും. യാതൊരു സംശയവും ഇല്ല. ഏതാണ് ആ ദിക്ർ? ഞാനൊന്ന് ചൊല്ലിത്തരാം. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക. കഴിയുന്ന ആളുകളൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കുക. അതറിയാത്ത ആളുകൾ എഴുതിയെടുക്കുക.
യാ അല്ലാഹു യാ വാഹിദു യാ അഹദു ഇൻഫഹ്നി മിൻക ബിനഫ്ഹത്തിൻ ഖൈരിൻ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒന്നുകൂടെ ചൊല്ലിത്തരാം. യാ അല്ലാഹു യാ വാഹിദു യാ അഹദു ഇൻഫഹ്നി മിൻക ബിനഫ്ഹത്തി ഖൈരിൻ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാവരും എന്റെ കൂടെ ഒന്ന് ചൊല്ലി നോക്കൂ. വളരെ സിമ്പിളായി നമുക്ക് ചൊല്ലാൻ പറ്റും. യാ അല്ലാഹു യാ വാഹിദു യാ അഹദു ഇൻഫഹ്നി മിൻക ബിനഫ്ഹത്തി ഖൈരിൻ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഏകനായ ഒരുവനായ അല്ലാഹുവേ, എനിക്കു നീ നന്മയുടെ സമ്മാനം സമ്മാനിക്കണേ അല്ലാഹ്. ഏകനായ ഒരുവനായ അല്ലാഹുവേ, എനിക്ക് നീ നന്മയുടെ സമ്മാനം സമ്മാനിക്കണേ അല്ലാഹ് എന്നാണ് ഈ ദിക്റിന്റെ അർത്ഥം. എല്ലാവരും ചൊല്ലുക, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ കാര്യം പഴയ മുസ്ഹഫ് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ്. ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്, ഒരുപാട് ആളുകൾക്കുള്ള ഒരു സംശയമാണ് പഴയ മുസ്ഹഫ് എന്താണ് ചെയ്യേണ്ടത്. നമ്മളെ മക്കളൊക്കെ മദ്രസയിൽ പഠിച്ച കാലത്ത് ഉപയോഗിച്ച മുസാഫുകളൊക്കെ ഇപ്പൊ വീട്ടിൽ ഇങ്ങനെ റാക്കിന്റെ മുകളിൽ വെച്ചിട്ടുണ്ടാകും. എന്താണത് ചെയ്യേണ്ടത് എന്നുള്ള സംശയം അധികം ആളുകൾക്കുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, പഴയ മുസ്ഹഫ് രണ്ട് രൂപത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാം. മഹാന്മാർ അവർ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം മുസ്ഹഫിന്റെ എഴുത്തുകൾ വെള്ളത്തിൽ മായ്ച്ചു കളയുക എന്നുള്ളതാണ്. ഇന്നത്തെ മുസ്ഹഫ് അങ്ങനെ വെള്ളത്തിൽ മായ്ച്ചു കളയാൻ പറ്റൂല. പഴയ കാലത്തൊക്കെ പേന കൊണ്ട് എഴുതുകയായിരുന്നു, അതുകൊണ്ട് അത് മായ്ച്ചു കളയാൻ എളുപ്പമായിരുന്നു. പക്ഷെ ഇന്നത്തെ മുസ്ഹഫുകളൊക്കെ പ്രിന്റ് അടിച്ചു വരുന്നതാണ്, അതുകൊണ്ട് അത് വെള്ളത്തിൽ മായ്ച്ചു കളയാൻ ഒരിക്കലും സാധ്യമല്ല. അപ്പൊ പിന്നെ എന്താണ് ചെയ്യുക? രണ്ടാമത്തെ ഓപ്ഷൻ മഹാന്മാര് പറഞ്ഞു, യുഹറഖു, മുസ്ഹഫ് കരിക്കാവുന്നതാണ്. ചില ആളുകൾ പഴയ മുസ്ഹഫുകൾ കിണറ്റിൽ കൊണ്ടുപോയി ഇടാറുണ്ട്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ചെയ്യരുത്. കിണറ്റിൽ കൊണ്ടുപോയിട്ടാൽ ആ വെള്ളം നമ്മൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഉപയോഗിക്കൂലേ, ആ വെള്ളം പാത്രം കഴുകാനൊക്കെ നമ്മൾ ഉപയോഗിക്കൂലേ, അപ്പൊ കിണറ്റിൽ കൊണ്ടുപോയിടുന്നത് ശരിയല്ല. അതുപോലെ തന്നെ ചില ആളുകൾ പുഴയിലും അതുപോലെ തന്നെ തോടിലൊക്കെ ഖുർആൻ കൊണ്ടുപോയി ഇടാറുണ്ട്. അത് അതുകേടാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഖുർആന്റെ ശാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതുപോലെ തന്നെ കടലിലൊക്കെ കൊണ്ടുപോയി ഇടാറുണ്ട്. കടലിലൊക്കെ കൊണ്ടുപോയിട്ടാൽ അത് തിരമാലകളിലൊക്കെ അകപ്പെട്ട് കഴിഞ്ഞാൽ അവശിഷ്ടങ്ങളുള്ള ഭാഗത്ത് അത് കൊണ്ടുപോയി തള്ളിക്കഴിഞ്ഞാൽ എന്തെല്ലാം മുസീബത്തുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യരുത്. പരിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ ലോകത്ത് ബഹുമാനിക്കപ്പെടുന്ന ഗ്രന്ഥമുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഖുർആനാണ്. അപ്പോ ഒരു ഇരുമ്പിന്റെ തകരെടുക്കുക, ഇരുമ്പിന്റെ തകരെടുത്തിട്ട് അതിലിട്ട് കത്തിക്കുക. അതിലിട്ട് കത്തിച്ചതിന് ശേഷം അതിന്റെ വെണ്ണീര് നമ്മളൊരു കുഴിയിലിട്ട് മൂടുകയാണ് വേണ്ടത്. ഈ ഖുർആൻ കത്തിക്കുക എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്രയും പഴകണം. അല്ലാതെ നല്ല മുസ്ഹഫത്ത് കത്തിക്കാനൊന്നും പറ്റൂല. ഖുർആനെ സൂക്ഷിക്കണം. ചില ആളുകൾ ഒരു കുഴപ്പമുണ്ടാവില്ല, അതൊക്കെ കത്തിക്കും. ഉസ്താദുമാര് പറഞ്ഞു കത്തിക്കാന് എന്ന് പറഞ്ഞിട്ട് കത്തിക്കുന്ന ചില ഉമ്മമാരുണ്ട്. നമ്മളെ ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന ഉമ്മമാരല്ല കേട്ടോ, അവരൊക്കെ നല്ല പണ്ഡിതന്മാരാണ്, നല്ല അറിവുള്ള ആളുകളാണ് എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷെ ചില ഉമ്മമാര് ചെയ്യുന്ന തെറ്റാണത്. ഒരു കുഴപ്പം ഉണ്ടാവില്ല, ആ മുസാഫ് എടുത്ത് കത്തിക്കുക. ഏതോ ഉസ്താദ് വാല് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവൂല, ഉസ്താദ് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂല, അതല്ലെങ്കിൽ ഉസ്താദ് പറയുന്ന സമയത്ത് നിങ്ങൾ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഉസ്താദും പറയില്ല. പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ നമ്മൾ പേജ് ഇങ്ങനെ മറിക്കുമ്പോൾ അതിങ്ങനെ പൊട്ടി പൊട്ടി പോരണം, അതിങ്ങനെ നുരുമ്പി പോരണം. ആ രൂപത്തിലാവുമ്പോഴാണ് നമ്മൾ കത്തിക്കേണ്ടതും അത് കരിക്കേണ്ടതും. അല്ലെങ്കിൽ അത് വളരെ സൂക്ഷ്മതയോടുകൂടെ അത് എടുത്തു വെക്കുകയാണ്, സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം എന്റെ ഉമ്മമാരെ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനാണ് തീക്കടിയായി മാറും കേട്ടോ. ഖുർആനിന്റെ ശാപം നമ്മളെ ജീവിതത്തിൽ ഉണ്ടായാൽ പിന്നെ നമ്മളും രക്ഷപ്പെടൂല, നമ്മളെ കുടുംബവും രക്ഷപ്പെടൂല, നമ്മളെ ജീവിതവും രക്ഷപ്പെടൂല, നമ്മളെ വീട്ടിലുള്ള ആരും രക്ഷപ്പെടൂല. അള്ളാഹു ഖുർആനിന്റെ പൊരുത്തം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. ഖുർആനിനെ ബഹുമാനിക്കാനുള്ള മനസ്സ് റബ്ബേ ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹ് ഞങ്ങൾക്ക് നൽകണേ. അള്ളാഹ് ഖുർആൻ എല്ലാ ദിവസവും പാരായണം ചെയ്യാനുള്ള മനസ്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ. അള്ളാഹ് ഞങ്ങളെ മജ്ലിസ് കാണുന്നവർക്ക് പ്രത്യേകം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഖുർആനിന്റെ അനുഗ്രഹം, ഖുർആനിന്റെ ബറക്കത്ത് ഞങ്ങളെ എല്ലാ മേഖലകളിലും നൽകണേ. അള്ളാഹ് കുടുംബത്തിലും മക്കളിലും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.